അപ്പോൾ ഈ പ്രാർത്ഥനകളിൽ പലയിടങ്ങളിലും പരിശുദ്ധ മറിയത്തിന് യേശുക്രിസ്തുവിനേക്കാൾ, ഈശോ മിശിഹായേക്കാൾ പ്രാധാന്യം പ്രാർത്ഥനകളിൽ നൽകുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. അതായത് ഏകരക്ഷകൻ, രക്ഷ എന്നത് ത്രിയേക ദൈവത്തിലൂടെ മാത്രമാണ്, ഏകരക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. ഇതാണ് ഈ വിഷയത്തിൽ പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും തമ്മിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, പലതരം ചർച്ചകൾ പല കാലങ്ങളിൽ ഇത് സംബന്ധിച്ച്. അതായത് സഹരക്ഷക എന്ന പ്രയോഗം പൊതുവായി കത്തോലിക്ക സഭയിലെ വൈദികർ തന്നെ ഉപയോഗിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇതിൽ വലിയ ചർച്ച കത്തോലിക്ക വിശ്വാസികൾക്കിടയിൽ നടക്കുന്നുണ്ട്, സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, കൃപാസനത്തിൽ വലിയ പ്രാധാന്യം, യേശുക്രിസ്തുവിനേക്കാൾ വലിയ പ്രാധാന്യം മാതാവിന് നൽകുന്നു എന്നൊരു ചർച്ച ചില വിശ്വാസികൾ ചില സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി നൽകുന്നു. അങ്ങനെയുണ്ടോ എന്ന് വിശദീകരിക്കേണ്ടത് അവർ തന്നെയാണ്. അതായത് കൂടുതൽ പ്രാധാന്യം, യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം മരിയ ഭക്തിക്ക് നൽകുകയും അത് വിശ്വാസത്തിൽ നിന്ന്, യഥാർത്ഥത്തിൽ സഭയുടെ പഠനത്തിൽ നിന്ന് കുറച്ച് വിഭിന്നമായി പോകുന്നുണ്ട് എന്ന അഭിപ്രായം. ഇപ്പോൾ ഇക്കാര്യത്തിൽ വത്തിക്കാൻ കുറെ കൂടി വ്യക്തത വരുത്തുകയും ചെയ്തു. അതായത് സഹരക്ഷക എന്ന പ്രയോഗം അത് നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു കഴിയുന്നതോടുകൂടി കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക നിലപാട് ഈ കാര്യത്തിൽ അനാവശ്യമായ ഒരു പ്രാധാന്യം ഈ കാര്യത്തിൽ നൽകേണ്ടതില്ല എന്ന് മാത്രമല്ല, ആ ശീർഷകമോ ടൈറ്റിലോ സഹരക്ഷക, ഒരു രക്ഷകനേ ഉള്ളൂ. അപ്പോൾ ആ രക്ഷാകര പദ്ധതിയുടെ സഹകാരി എന്ന നിലയ്ക്കാണ് നേരത്തെ പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൽ കൂടി കുറെ കൂടി ക്ലാരിറ്റി എടുത്തു പറയുകയാണെങ്കിൽ, ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് ഹോളി ഫാമിലി അല്ല, തിരുക്കുടുംബമല്ല. ഇതാണ് കത്തോലിക്ക സഭയുടെ ടീച്ചിങ്സ്.